വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രന്ഥമെന്ന് പറയുന്നത്, ഹദീസ് സ്വീകരിക്കാൻ, അതിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും ഉദാത്തമായത് പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം എഴുതിയിരുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മതയോടുകൂടിയാണ്. ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പും ബഹുമാനപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്, മാ വളഅതു ഫീ കിതാബി സഹീഹി ഹദീസൻ ഇല്ല ഇഖ്തസൽതു ഖബ്ല ദാലിക വസല്ലൈതു റക്അതൈൻ. ബഹുമാനപ്പെട്ടവർ സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പും 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ച് ഒന്ന് പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായി നല്ല വൃത്തിയായി 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഓരോ ഹദീസും രചിച്ചതെന്ന് പരിശുദ്ധമായ ചരിത്രങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ബുഖാരി ഇമാം തന്നെ അവിടുത്തെ അനുഭവം പങ്കുവെക്കുന്നിടത്ത് കാണാം. ഓരോ ഹദീസ് എഴുതുമ്പോഴും കുളിച്ച് ഒരുങ്ങി റെഡിയായി വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് വരുന്നത്. അത്രേ ആലോചിച്ചു നോക്കിക്കേ. കേവലം നിവേദക പരമ്പര പരിശോധിക്കുക മാത്രമല്ല, ആര് ഉദ്ധരിച്ചു, ആര് പറയുന്നു, അവരുടെ സ്വഭാവ ഗുണങ്ങൾ നോക്കി ഹദീസ് ഉദ്ധരിക്കൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ അനുവാദം കൂടി ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഓരോ ഹദീസ് എഴുതുമ്പോഴും ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുക്കുമെന്ന് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വകഅന്നി വാഖിഫുൻ ബൈന യദൈ വബിയദി മിർവഹത്തുൻ. നബി തങ്ങളെ ഞാൻ ഒരിക്കൽ സ്വപ്നം കാണുകയാണ്. നബി തങ്ങളുടെ മുൻഭാഗത്ത് ഞാൻ നിന്നിട്ട് നബി തങ്ങൾക്ക് ഇങ്ങനെ വിശറി കൊണ്ട് വീശിക്കൊടുക്കുകയാണ്. ബുഖാരി ഇമാം നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് നബി തങ്ങളുടെ അടുക്കൽ നിന്നിട്ട് വിശറി കൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നബി തങ്ങൾക്ക് ചുറ്റും പറക്കുന്ന പ്രാണികളെ തട്ടിക്കളയുകയാണ്. ആര്? മഹാനായ ബുഖാരി ഇമാം സ്വപ്നം കാണുകയാണ്. ഇതിന്റെ വ്യാഖ്യാനം അന്വേഷിച്ച് മഹാനായ ബുഖാരി തങ്ങൾ വ്യാഖ്യാതാക്കടുക്കലേക്ക് ചെല്ലുമ്പോ അവർ പറഞ്ഞതെന്തെന്നറിയുമോ? അങ്ങ് സ്വപ്നം കണ്ടത് എന്തെന്നറിയുമോ? വിശറി കൊണ്ട് വീശിക്കളയുന്നത് എന്തെന്നറിയുമോ? നബിതങ്ങളെ തൊട്ട് ആരെല്ലാം കളവ് പ്രചരിപ്പിക്കുന്നുണ്ടോ, ആരെല്ലാം ഹദീസുകൾ കെട്ടിച്ചമയ്ക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ, അവർക്ക് മറുപടിയായിട്ട് അങ്ങേ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഇതിന്റെ അടയാളമാണ്. അങ്ങയ്ക്കെതിരെ അങ്ങ് പറയാത്ത ഹദീസുകൾ, കെട്ടിച്ചമയ്ക്കുന്ന ഹദീസുകൾക്കെതിരെയായി അങ്ങ് അതിനെയെല്ലാം മാറ്റിത്തിരുത്തലുകൾ വരുത്തി തെറ്റുകളെല്ലാം മാറ്റിക്കെട്ട് ശരിയാം വണ്ണം ഹദീസ് ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് നബിതങ്ങളുടെ വാക്കുകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങയെ തിരഞ്ഞെടുത്തതിന്റെ ഫലമായിട്ടാണ് അങ്ങ് ആ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഇമാം ബുഖാരി തങ്ങൾ അവിടെ നിന്ന് പങ്കുവെക്കുകയാണ്. ബുഖാരി ഇമാമിനെ കുറിച്ച് പറയുമ്പോ പ്രിയമുള്ളവരെ, ബുഖാരി ഇമാമിന്റെ ചരിത്ര പ്രസിദ്ധമായ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോ ബുഖാരി ഇമാം അത്രത്തോളം വളർന്നത് നാം മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാരണമാണ്, ഉമ്മയുടെ ദുആയാണ്. പ്പെട്ടവരുണ്ടല്ലോ, ഒരു ദിവസം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ ശരീരത്തിൽ വന്ന് 17 തേനീച്ച വന്ന് കടിക്കുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ 17 തേനീച്ച വന്ന് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ കടിച്ചു. ഫനദറു ഫൈദാഹു വഖദ് തവർറമ മിൻ 17 മൗദിആ.
ബഹുമാനപ്പെട്ടവർ നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ 17 സ്ഥലങ്ങളിൽ ഇങ്ങനെ കുമിളിച്ചു നിൽക്കുകയാണ്. 17 സ്ഥലങ്ങളിൽ നീര് വന്ന് ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. എന്തിന്റെ കാരണത്താൽ? നമസ്കാരത്തിൽ തേനീച്ച കടിച്ചതാണ്. 17 സ്ഥലത്ത് കടിച്ചു. ബഹുമാനപ്പെട്ടവർ ചലിച്ചില്ല, നമസ്കാരത്തിൽ ചലിച്ചില്ല, നമസ്കാരത്തിൽ ആ വേദന അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാഴ്ചക്കാരിത് കാണുന്നുണ്ട്, ശിഷ്യന്മാരിത് കാണുന്നുണ്ട്, അനുചരന്മാരിത് കാണുന്നുണ്ട്. 17 തവണ കടന്നൽ വന്ന് ശരീരത്തിൽ വന്ന് കടിച്ചപ്പോ ബുഖാരി ഇമാം ഒന്നും അനങ്ങിയിട്ടില്ല, ബുഖാരി ഇമാം ഒന്നും ചലിച്ചിട്ടില്ല. അവിടുത്തെ ഇബാദത്തിന്റെ മാധുര്യമെന്ന് നോക്കണേ, അവിടുത്തെ നമസ്കാരത്തിന്റെ മാധുര്യമെന്ന് നോക്കണേ. നമസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ കൂടെയുള്ളവർ ബുഖാരി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ അങ്ങയുടെ ശരീരം കണ്ടോ? 17 സ്ഥലങ്ങളിൽ നീര് വന്നിരിക്കുകയാണ്. കടിച്ചിട്ടങ്ങറിഞ്ഞില്ലേ തങ്ങളെ? ഇത്രത്തോളം വേദന അനുഭവിച്ചിട്ട്, അത്രത്തോളം വേദന എടുക്കുന്ന കടന്നിൽ വന്നങ്ങയെ കടിച്ചിട്ടങ്ങറിഞ്ഞില്ലേ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ 100 ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ബിസിനസിന്റെ കാര്യങ്ങളാണ്, വീട്ടിലെ കാര്യങ്ങളാണ്, ഭാര്യയുടെ കാര്യങ്ങളാണ്, മക്കളുടെ കാര്യങ്ങളാണ്, മക്കളുടെ പഠന വിഷയങ്ങളാണ്, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലുള്ള സംഭവങ്ങളാണ്. അടുപ്പത്ത് അരിയിരിക്കുന്നതാണ്, അടുപ്പത്തിൽ അരി തിളച്ചു മറിയുന്നുണ്ടോ? കറി വെന്ത് കാണോ? തോരൻ വെന്ത് കാണോ? എന്റെ ഭർത്താവ് വരാറായോ? നമസ്കരിച്ച് തീരുന്നുമ്പ് വരുമോ? നമസ്കരിക്കാൻ വേണ്ടി സഹോദരങ്ങൾ പള്ളിയിൽ കയറിയാൽ എന്റെ ബിസിനസിനെ പറ്റി, കച്ചവടത്തെ പറ്റി, ആളുകൾ കടം തരാനുള്ളതിനെ പറ്റി, കൊടുക്കാനുള്ളതിനെ പറ്റി കണക്കെടുക്കലാണ് നമ്മൾ നമസ്കാരത്തിൽ. നമ്മുടെ ശരീരത്തിൽ ഒരു ഉറുമ്പഴഞ്ഞു പോയാൽ, ഒരു ഈച്ച വന്നിരുന്നാൽ നമ്മൾ അറിയും നമ്മുടെ നമസ്കാരത്തിന്റെ ആത്മീയതയതാണ്. എങ്കിലോ മഹാനായ ബുഖാരി ഇമാമുണ്ടല്ലോ, ബുഖാരി ഇമാമിന്റെ ശരീരത്തിൽ 17 തവണ കടന്നൽ കടിച്ചിട്ട് ബഹുമാനപ്പെട്ടവരറിഞ്ഞില്ല. അനുചരന്മാരോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഞാൻ അങ്ങനെ കടിച്ചതുപോലും അറിഞ്ഞിട്ടില്ല. എന്താണ് തങ്ങൾ അറിയാത്തത്? എന്താണ് അറിയാത്തതെന്ന് ചോദിച്ചപ്പോ, കുന്തു ഫീ സൂറത്തിൻ ഫഅഹ്ബബ്തു അൻ ഉതമ്മിമഹാ ഫഅഹ്ബബ്തു അൻ ഉതമ്മിമഹാ. നമസ്കാരത്തിൽ ഒരു സൂറത്ത് ഓതിയിട്ട് ആ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചു പോയി. ആ സൂറത്തിന്റെ മനോഹാരിതയിൽ ഞാൻ മുഴുകിപ്പോയി. പരിശുദ്ധമായ നമസ്കാരത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോതിയപ്പോ, സൂറത്തോതിയപ്പോ അതിന്റെ സുഖരസത്തിൽ ഞാൻ മതിമറന്ന് പോയതാണ്. ഈ വേദന ഞാൻ അറിയാത്തതെന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പങ്കുവെക്കുകയാണ്. കണ്ടോ, ബുഖാരി ഇമാം 17 തവണ കടന്നൽ കടിച്ചിട്ടും തേനീച്ച കടിച്ചിട്ടും ബഹുമാനപ്പെട്ടവ അറിഞ്ഞില്ല, നമസ്കാരത്തിൽ അറിഞ്ഞില്ല. അത്രത്തോളം മനസാന്നിധ്യത്തോടുകൂടിയാണ്, ഖുശൂഅോടുകൂടിയാണ് ബഹുമാനപ്പെട്ടവർ നമസ്കരിച്ചത്. നമ്മുടെയൊക്കെ നമസ്കാരം നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. നമ്മുടെയൊക്കെ നമസ്കാരം നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. ഏത് രൂപത്തിലാണ് എന്റെ നിസ്കാരം? നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഇശാ നമസ്കരിച്ചു. ഇശാ നമസ്കാരത്തിൽ നമ്മുടെ ചിന്ത എന്തായിരുന്നു? കൈകെട്ടിയ സമയം മുതൽ സലാം വീട്ടുന്ന സമയം വരെയും പരിശുദ്ധമായ നമസ്കാരത്തിൽ ഓതിയ സൂറത്തിന്റെ ആയത്തിന്റെ ഫാത്തിഹയുടെ ദുആകളുടെ അർത്ഥം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഓതി കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ നമസ്കാരത്തിൽ കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഈമാന്റെ കുറവാണ്. എന്നാൽ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ആ ഒരു ആത്മീയത പുലർത്തിയിരുന്നു. എന്താണ് കാരണം? അതാണ് നമ്മുടെ പോയിന്റ്. എന്താണ് കാരണം? ബഹുമാനപ്പെട്ടവർ ഈ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ
ബഹുമാനപ്പെട്ടവർക്ക് ഉമ്മയുടെ ദുആ കിട്ടി എന്നുള്ളതാണ്